ഇന്ന് നമുക്കൊരു അടിപൊളി ക്രീം ബൺ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇനി ക്രീം ബണ്ണ് വാങ്ങാനായിട്ട് ബേക്കറിയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പേസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ എടുക്കുമ്പോൾ വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടി പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരമൊക്കെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു സിലിക്കണിൻ്റെ മാറ്റിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മാവ് അങ്ങ് എടുത്തിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുഴയ്ക്കണം. ഇപ്പം ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടുന്നതനുസരിച്ച് നമ്മൾ കുറേശ്ശെയായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. നന്നായിട്ട് വലിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്കിങ്ങനെ കുഴയ്ക്കാൻ പറ്റും അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബണ്ണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രം കേട്ടോ കുറച്ചെങ്കിലും ഇതിലൊരു ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുഴയ്ക്കാൻ. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി. മടിയുള്ളവർക്ക് പറ്റിയ പണിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന ഈ ഒരു മാവ് നമുക്കതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ബട്ടറും തടവി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നനഞ്ഞ ടവൽ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് തുറക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും അത് മാറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അത് ഉരുളകളാക്കിയിട്ട് നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി അത് മാറ്റിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. ഇനി ഈ മാറ്റിന് പകരം നമുക്കൊരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ട് അതിലാണെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാറ്റിൽ വെച്ചെന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക് ഷീറ്റിലിട്ട് കുറച്ച് ബട്ടർ തടവിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആകെ 8 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ നനഞ്ഞ ടവൽ വെച്ചിട്ട് ഇതൊരു 1/2 മണിക്കൂർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് മാവൊക്കെ വീണ്ടും കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമോ ലോ ഫ്ലെയിമോ ഇടരുത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളിൽ വേവ് കറക്റ്റായിട്ട് കിട്ടില്ല. ലോ ഫ്ലെയിമിലിട്ടാലും അതേപോലെ. അപ്പോൾ ഇതേപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ 8 എണ്ണം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ.
അപ്പോൾ അത് അവിടെ നിന്ന് ചൂടാറട്ടെ. ആ സമയത്ത് നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്, അപ്പോൾ അതിന് പകുതി എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അൺസോൾട്ടഡ് ബട്ടറായിട്ട് എടുത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഒന്ന് എല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം നമുക്കിത് വിസ്ക് തന്നെ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്ററുള്ളവർ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒരു വൈറ്റ് കളർ ആവുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വൈറ്റ് കളർ ആവില്ല, ഒരു ഓഫ് വൈറ്റ് കളർ പോലെ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും. ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനൊന്ന് നടുവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ശരിക്കും ചൂടാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രീം വീണ്ടും മെൽറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.